വീണ്ടും വിവാദ പരാമർശവുമായി വെള്ളാപ്പള്ളി നടേശൻ കെ വി ഗണേഷ് കുമാർ പരനാറി എന്ന വെള്ളാപ്പള്ളി. എന്റെ പൊന്നു ദൈവമേ, വെള്ളാപ്പള്ളി രണ്ടും കൽപ്പിച്ചാണെന്നാ തോന്നുന്നത്. ആദ്യം പുള്ളി പറയുന്നത് നമുക്കൊന്ന് കേട്ടു നോക്കാം. ബാലകൃഷ്ണന്റെ മകൻ ഇത്തരം പരമനാറി ലോകത്തുണ്ട്. അവന് ഈ രാജ്യം മന്ത്രിയായ നാടാണ്. ഗണേഷ് കുമാറിനെ കുറിച്ച് പല പ്രാവശ്യം നമ്മൾ ഓരോരുത്തരും, അതായത് ഞാൻ തന്നെ ഗണേഷ് കുമാറിന്റെ വീഡിയോ 2 or 3 പ്രാവശ്യം ചെയ്തിട്ടുണ്ട്. പക്ഷെ ഈ ലോകത്ത് ഒരു വ്യക്തിയെ ഇത്രമാത്രം അപമാനിക്കാൻ ഈ ഒരു വ്യക്തി യോഗ്യനാണോ അല്ലയോ? നിങ്ങളുടെ അഭിപ്രായം എന്താണ്? എന്തായാലും കമന്റിൽ പറയുക. ബാക്കി കേട്ട് നോക്കാം. ഇത്തരവും സ്ത്രീ വിഷയത്തിലാണെങ്കിലും സാമ്പത്തിക കാര്യത്തിലാണെങ്കിലും ഇത്തരം കുഴപ്പം കാണിച്ചത് ഉമ്മൻചാണ്ടി ചതിച്ചതിന് കൂലി കിട്ടിയതല്ലേ MLA സ്ഥാനം, പിന്നെ മന്ത്രിസ്ഥാനോ? എനിക്കിഷ്ടമാണ് ഇങ്ങനെ ഞെട്ടിക്കാൻ, പ്രത്യേകിച്ച് സുന്ദരികളായ പെൺകുട്ടികളെ. ഗണേഷ് കുമാറിന് ഇപ്പം കിട്ടുന്ന പണിയൊക്കെ ഒരു മനുഷ്യന്റെ കണ്ണുനീരാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പക്ഷേ സാമ്പത്തിക കാര്യങ്ങളെക്കുറിച്ച് ന്യായീകരിക്കാൻ ഈ ഒരു വ്യക്തിക്ക് അർഹതയുണ്ടോ? നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഇല്ല എന്നാണ് പേഴ്സണലി എൻ്റെ അഭിപ്രായം. കാരണം കുറേയധികം കേസുകളുണ്ട്. ആ കേസുകൾ എന്താണെന്ന് അറിയാവുന്നവരൊന്ന് കമന്റ് ചെയ്യുക. സ്വഭാവശുദ്ധി ജീവിതത്തിലുണ്ടോ? ഇതും ഈ രാഷ്ട്രീയത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അവരുടെ കയ്യിലിരിക്കട്ടെ, നമ്മുടെ കയ്യിലിരിക്കട്ടെ. ഇതൊന്നും എന്നെപ്പറ്റി ഇവർക്ക് പറയാനൊക്കുമോ? ഒരു വെയിൽ വലിക്കാനും പോയിട്ടില്ല, കക്കാൻ പോയിട്ടില്ല. ഇവരുടെ സാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സാറാണോ അഖിലാണോ ബെസ്റ്റ് എന്ന് ചോദിച്ചാൽ ഞങ്ങൾ കൺഫ്യൂഷനിലാണ്. കാരണം സാർ ഇന്ന് പറയുന്നതല്ല നാളെ പറയുന്നത്. സാർ ഏത് പാർട്ടിയുടെ കൂടെയാണ് ആ പാർട്ടിയെക്കുറിച്ച് നല്ലതും മറ്റു പാർട്ടിയെക്കുറിച്ച് ചീത്തയും പറയും. എന്തായാലും വെള്ളാപ്പള്ളിയുടെ സംസാരം കേട്ടിട്ട് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? പുള്ളിയുടെ ഈ ഡയലോഗ് കേട്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് ഈ സീനാണ്. നമുക്കൊരു പത്രസമ്മേളനം നടത്തിയാലോ? എന്റെ മഞ്ഞപ്പുറ വേണ്ട. നിങ്ങൾ പത്രസമ്മേളനം നടത്തിയ ആരോപണങ്ങൾ ഉന്നയിച്ച് അതിനൊരു വിലയില്ലാതായി നിങ്ങൾക്കും. ടിവിയിൽ ഇടയ്ക്കിടയ്ക്ക് ആൾക്കാർക്കാണ് ഞാൻ മുഖ്യമന്ത്രിയോ മന്ത്രിയോ ഒന്നുമില്ലല്ലോ. അപ്പൊ ഇതേ ഒരു വഴിയുള്ളൂ. എടോ, ബുദ്ധി വേണം.